ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. EVM കൊണ്ട് ജനാധിപത്യത്തെ കൊലപ്പെടുത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ച് മഹാവികാസ് അഘാഡി എംഎൽഎമാർ. മുംബൈ, മഹാരാഷ്ട്രയിൽ ഭരണത്തിലെത്തിയ മഹായുതി സഖ്യം ക്രമക്കേട് നടത്തിയാണ് വിജയം കരസ്ഥമാക്കിയതെന്ന് ആരോപിച്ച് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ എംഎൽഎമാർ നിയമസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ച സമാജ്വാദി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അബു അസ്മിയും റൈസ് ഷെയ്ഖും സത്യപ്രതിജ്ഞ ചെയ്തു. മഹാരാഷ്ട്ര നിയമസഭയുടെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ഇന്നാണ് ആരംഭിച്ചത്. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, നിയമസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കൽ, വിശ്വാസ വോട്ടെടുപ്പ് തുടങ്ങിയവയായിരുന്നു ആദ്യദിനത്തിലെ കാര്യപരിപാടി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യത്തെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ ഇച്ഛയല്ല, അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനമാണ്, ഉദ്ധവ് താക്കറെ പറഞ്ഞു. സർക്കാർ എന്തിനു ഭയപ്പെടണം? നീക്കം ചെയ്ത 7 പേജുകൾ പുറത്തുവരുന്നതിൽ ആശങ്കയില്ല. സജി ചെറിയാൻ. കോഴിക്കോട് ഹേമകമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ കോടതിയും കമ്മീഷനും പുറത്തുവിടാൻ പറഞ്ഞാൽ സർക്കാരിന് ഒരു എതിർപ്പുമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമാരംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശകൾ നടപ്പാക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. നിയമപരമായ കാര്യങ്ങൾ കോടതി പരിശോധിക്കുകയാണ്. റിപ്പോർട്ടിലെ നീക്കം ചെയ്തുവെന്ന് പറയുന്ന 7 പേജുകൾ പുറത്തുവരുന്നുവെന്നതിൽ സർക്കാരിന് ആശങ്കയില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. സർക്കാർ എന്തിനു ഭയപ്പെടണം? എല്ലാ കാര്യങ്ങളും പുറത്തുവരണം. ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകൻ തന്നെയാണ് ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞത്. നിലവിൽ പുറത്തുവിട്ടപ്പോൾ അതൊന്നും വന്നില്ല. റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞാൻ വായിച്ചിട്ടില്ല. ആരെങ്കിലും നിയമ നടപടി സ്വീകരിച്ച് അത് പുറത്തു കൊണ്ടുവരുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ. സർക്കാർ എന്തിന് പ്രതിരോധത്തിലാകണം? മന്ത്രി സജി ചെറിയാൻ ചോദിച്ചു. കേരളത്തിലെ സിനിമാരംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് WCC നൽകിയ അപ്പീലിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ ഒരു നടപടിയുണ്ടായിട്ടില്ല. സർക്കാർ എല്ലാ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ടായിട്ടില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടഞ്ഞ് CPM ഏരിയ കമ്മിറ്റി സമ്മേളനം. ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി. കൊച്ചി, തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി. മരട് സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങൾ വിലക്കിയ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. പോലീസിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനായി വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയത്. നിയമവിരുദ്ധമാണെന്ന് പോലീസ് ചൂണ്ടിക്കാണിച്ചെങ്കിലും പാർട്ടി പ്രവർത്തകർ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. സമ്മേളനം രാത്രി സമാപിച്ച ശേഷമാണ് പ്രവർത്തകർ സ്റ്റേജ് നീക്കിയത്. നിയമവിരുദ്ധമായി സ്റ്റേജ് കെട്ടിയതിന്റെ പേരിൽ 500ഓളം പേർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇനി തോൽവി താങ്ങില്ല. ചെറുപ്പമാകുമോ KPCC? ചർച്ചകളിൽ ഈ പേരുകൾ. കോട്ടയം. ദേശീയ തലത്തിൽ പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് KPCC നേതൃത്വത്തിലെ അഴിച്ചുപണിയെപ്പറ്റിയുള്ള ചർച്ച സജീവമായി. അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും 2026 ആദ്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി താങ്ങാനുള്ള കരുത്ത് പാർട്ടിക്കില്ലെന്ന വീണ്ടുവിചാരത്താൽ രാഷ്ട്രീയ, സാമുദായിക ഘടകങ്ങൾ പരിശോധിച്ച് പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കുന്നതിന് കോൺഗ്രസ് ഗൗരവമായി ചിന്തിക്കുന്നു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളുടെ നീണ്ടനിരയെ ഏകോപിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തം പുതിയ KPCC അധ്യക്ഷനാണ്. നിയമസഭ, തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കു മുൻപായി പാർട്ടി മെഷീനറി പൂർണ്ണ സജ്ജമാക്കാൻ കെൽപ്പുള്ള നേതൃത്വമാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലെ ഏക പോംവഴി. പ്രവർത്തന മികവ് പ്രകടമാക്കാൻ സുധാകരനു കഴിഞ്ഞെങ്കിലും ഓടിനടന്നു പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അനുവദിക്കുമോ എന്നതിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ട്. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ പാർട്ടിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 4 തവണ പത്തനംതിട്ടയിൽ നിന്നു ലോക്സഭയിലെത്തിയ ആന്റോ ആന്റണിയാണ് KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാൾ. ക്രൈസ്തവ സഭകളെയും മറ്റ് സാമുദായിക സംഘടനകളെയും പാർട്ടിയുമായി അടുപ്പിക്കാൻ ആന്റോയ്ക്കു കഴിയുമെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ബെന്നി ബഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നീ പേരുകളും ചർച്ചകളിലുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ഇതു സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. KPCC നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. സുധാകരനുമായി അടുപ്പമുള്ളവർ അദ്ദേഹം തുടരട്ടെയെന്ന നിലപാടിലാണ്. അധ്യക്ഷ പദവിയിലെ മാറ്റത്തിനൊപ്പം പാർട്ടി പുനഃസംഘടനയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിനു മുൻപ് മാറ്റം നടപ്പിലാകുമെന്ന ആത്മവിശ്വാസമാണ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. പുനഃസംഘടന പൂർണ്ണമായും നടന്നില്ലെങ്കിലും DCC തലത്തിലെങ്കിലും തർക്കങ്ങളില്ലാത്ത മാറ്റത്തിനാണ് ആലോചന. പുനഃസംഘടന എങ്ങനെയെന്നതിന്റെ ചിത്രം തെളിയാൻ മാസങ്ങളെടുക്കും. മധ്യതിരുവിതാംകൂർ അടക്കമുള്ള ക്രിസ്ത്യൻ മേഖലയിൽ BJP നടത്തുന്ന തന്ത്രപരമായ കടന്നുകയറ്റം കോൺഗ്രസിന് ഭീഷണിയായേക്കാം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഗോവ ഗവർണർ VS ശ്രീധരൻപിള്ള എന്നിവർക്കുള്ള സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്.
ഈഴവ, ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. നേതൃമാറ്റം പരിഗണിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാകും. ഉപതിരഞ്ഞെടുപ്പ് അടക്കമുള്ള സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ പാർട്ടി കൂടുതൽ ചെറുപ്പമാകേണ്ടതുണ്ടെന്ന വികാരത്തിന് മുൻതൂക്കം ലഭിക്കാനിടയാക്കിയിട്ടുണ്ട്. പരിചയസമ്പത്തിനൊപ്പം താഴെത്തട്ട് മുതൽ സംഘടനയെ ചലിപ്പിക്കാൻ ശേഷിയുമുള്ള നേതൃത്വം വേണമെന്ന ആവശ്യം അണികൾക്കിടയിൽ സജീവമാണ്. ചരിത്ര നിമിഷത്തിന് ഭാരത കത്തോലിക്ക സഭ മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഉടൻ. വത്തിക്കാൻ സിഇടി ഭാരത കത്തോലിക്ക സഭയിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്ത് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം ഇന്ന് നടക്കും. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണു ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്, 51. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വത്തിക്കാൻ സമയം ഇന്ന് വൈകിട്ട് 4-ന്, ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യകാർമ്മികത്വം വഹിക്കും. കോടഞ്ചേരിയിൽ സംസ്ഥാന യൂത്ത് സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. കോടഞ്ചേരി 2 ദിവസം നീണ്ടുനിൽക്കുന്ന സംസ്ഥാന യൂത്ത് സോഫ്റ്റ് ബേസ്ബോൾ പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പ് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. 14 ജില്ലകളിൽ നിന്നുമായി 540 പേർ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് കോടഞ്ചേരി മരിയൻ തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ കുര്യാക്കോസ് ഐകുളമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PM എഡ്വേർഡ്, വാർഡ് മെമ്പർമാരായ വാസുദേവൻ ഞാറ്റുകാലയിൽ, ലിസി ചാക്കോച്ചൻ, ചിന്ന അശോകൻ, ഷിജോസ് കറിയ, വിപിൻ സോജൻ, സിന്ധു ഷിജോ, സോയ വ്യാസൻ എന്നിവർ പ്രസംഗിച്ചു. വനിതാ വിഭാഗത്തിൽ കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളും പുരുഷ വിഭാഗത്തിൽ മലപ്പുറം, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളും സെമിയിൽ പ്രവേശിച്ചു. വനിതാ വിഭാഗത്തിലെ തിരുവനന്തപുരം, കാസർകോട്, പുരുഷ വിഭാഗത്തിലെ തൃശൂർ, കണ്ണൂർ ക്വാർട്ടർ ഫൈനലിൽ മത്സരം നാളെ 2024 ഡിസംബർ 8 രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. കോടഞ്ചേരി ഒരു മാനദണ്ഡവും ഇല്ലാതെ വൈദ്യുതി ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോടഞ്ചേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ KM പൗലോസ്, ആഗസ്റ്റ് പല്ലാട്ട്, ആന്റണി നിർവേലി, ജോസഫ് ഐഗ, ലിസി ചാക്കോ, റെജി തമ്പി, ബിജു ഓത്തിക്കൽ, ഫ്രാൻസിസ് മുണ്ടാട്ടിൽ, ടോമി ഇല്ലിമൂട്ടിൽ, കുമാരൻ കരിമ്പിൽ, ബേബി കോട്ടപ്പള്ളി, ബേബി കളപ്പുര, വിൽസൺ തറപ്പേൽ, ബിനു പാലത്തറ, ബാബു പെരിയപ്പുറം എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് സിദ്ദിഖ് കാഞ്ഞിരാടൻ, കുര്യാച്ചൻ വെള്ളാങ്കൽ, BB തിരുമല, KL ജോസഫ്, ഭാസ്കരൻ പട്ടാരാട് എന്നിവർ നേതൃത്വം നൽകി. പ്രസംഗ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് UP സ്കൂളിൽ കുട്ടികൾക്കായി പ്രസംഗ പരിശീലന പരിപാടി ആരംഭിച്ചു. SH ഓററ്റ് S ഗിൽഡ് എന്ന പരിശീലന പരിപാടി ഹെഡ്മാസ്റ്റർ സുനിൽ പോൾ ഉദ്ഘാടനം ചെയ്തു. JCI മുക്കം ചാപ്റ്റർ പ്രസിഡന്റ് റിയാസ് അരീമ്പ്ര അധ്യക്ഷനായിരുന്നു. 3 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത്. പരിശീലനത്തിന് ട്രെയിനർ ജെയ്സൺ മാത്യു നേതൃത്വം നൽകി. അയ്യൂബ്, ഷോളി, ആൽബിൻ, വീണ റോസ്, ജെസ്സി, ഷാഹിന, നിതിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെല്ലിപ്പൊയിൽ വിളക്കുന്നെൽ പരേതനായ ഫിലിപ്പ് അപ്പച്ചൻ ജെ, ഭാര്യ മേരി 80 അന്തരിച്ചു. പരേത കോടഞ്ചേരി പൊട്ടിയിൽ കുടുംബാംഗം. സംസ്കാരം നാളെ 2024 ഡിസംബർ 8 ഞായറാഴ്ച രാവിലെ 11:30 മണിക്ക് ഭവനത്തിൽ ആരംഭിച്ച് അഞ്ഞുവേൽ സെന്റ് ജോൺസ് പള്ളിയിൽ. മക്കൾ ബെന്നി, ശാന്തി, ഷാജി. മരുമക്കൾ ജെന്നി പള്ളിക്കാമടത്തിൽ വൈത്തെരുപടി, ഡെയ്സൺ പിണാക്കാട്ട് താമരശ്ശേരി, ഷൈനി താന്നിക്കാമറ്റത്തിൽ മരഞ്ചാട്ടി. നെല്ലിപ്പൊയിൽ മരോട്ടിക്കൽ തോമസ് 79 നിര്യാതനായി. സംസ്കാരം നാളെ 2024 ഡിസംബർ 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഭവനത്തിൽ നിന്നും ആരംഭിച്ച് മഞ്ഞുവേൽ സെന്റ് ജോൺസ് ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ സെമിത്തേരിയിൽ. ഭാര്യ മറിയാമ്മ പെരിഞ്ചേരിൽ. മക്കൾ ബിനു, മിനി, വീനീത്. മരുമക്കൾ ജി, ഷാജി, സോഫി. കൊച്ചുമക്കൾ ആൻസില, അലീന, അലൻ, വർഷ, താര, വീണ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.